മെയ് 4-ന് നീറ്റ് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നതിന്റെ ഭാഗമായി മെറ്റൽ ഡിറ്റക്ടർ ചെക്കിങ്ങും ബയോമെട്രിക്സ് എല്ലാം കഴിഞ്ഞ് ഏകദേശം 1:15 കൂടി മക്കൾക്ക് ഹാളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെയായിരിക്കും ഹാളിൽ ക്ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അന്നേ ദിവസം ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെ അന്ന് കാഴ്ചവെക്കണം. OMR ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ഓരോ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും മോക്ക് എക്സാം എഴുതുമ്പോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബയോളജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ കെമിസ്ട്രിയിലേക്ക് മൂവ് ചെയ്യണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടുമായിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി ആലോചിച്ച് കൃത്യമായ ഉത്തരം എഴുതാനായി സാധിക്കും. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റേ സബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള കാൽക്കുലേഷൻ കൃത്യമായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മക്കളെ, ഇനിയുള്ള ദിവസം എല്ലാം ഒന്നുകൂടെ വായിച്ചെത്തിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസ് നിങ്ങളോടൊപ്പമുണ്ട്.